ഇപ്പോൾ സ്ത്രീകൾക്കായുള്ള സമരചരിത്രം പരിശോധിച്ചാൽ മുൻപന്തിയിലാണ് വിജയും പെൺകൂട്ടം നയിച്ച പോരാട്ടം. ലോകത്തെ സ്വാധീനിച്ച 100 സ്ത്രീകളിൽ ഒരാളായി BBC തിരഞ്ഞെടുത്തതും വിജയെയാണ്. മൂത്രപ്പുരയ്ക്കും ഇരിപ്പിടത്തിനുമായി സമരം നടത്തിയാണ് കോഴിക്കോട്ടെ തയ്യൽ തൊഴിലാളി വിജയും പെൺകൂട്ടവും വാർത്തകളിൽ നിറഞ്ഞത്. 2010 മൂത്രപ്പുര സമരം, 2014 ഇരിക്കൽ സമരം. മിഠായി തെരുവും കോഴിക്കോടും മാത്രമായിരുന്നില്ല ഈ രണ്ട് സമരങ്ങളും ചർച്ച ചെയ്തത്. ഈ രണ്ട് സമരങ്ങളുടെയും സമരനായിക വിജിയും പെൺകൂട്ടുമായിരുന്നു. വെള്ളം പോലും കുടിക്കാതെ ചുവന്ന മൂത്രം ഒഴിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. അത് കാരണം ഒരുപാട് അസുഖങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും അത് സ്വയം സഹിച്ചിട്ട് ചിരിച്ച മുഖമായി നിൽക്കുന്ന മിഠായി തെരുവിലെ കുറേ സ്ത്രീകളെ, പെൺകുട്ടികളെ ഒക്കെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട് മിഠായി തെരുവിലെ തുണി വിൽപ്പനശാലകളിലെ സ്ത്രീകൾ അനുഭവിച്ച ദുരിതമായിരുന്നു ഇത്. അവിടെ തയ്യൽ കട നടത്തിയ വിജിയോടാണ് അവർ ഇക്കാര്യം ആദ്യം പറഞ്ഞത്. തൊഴിലാളികൾക്കായി ഒരു മൂത്രപ്പുര, അത് നേടിയെടുക്കാനുള്ള സമരമായി പിന്നീട് പെൺകൂട്ട് എന്ന സംഘടന പിറവിയെടുക്കുകയായിരുന്നു ഈ സമയം. ഈ ആവശ്യവുമായി വസ്ത്രശാല ഉടമകൾക്ക് മുന്നിലെത്തിയപ്പോൾ നേരിടേണ്ടി വന്ന പരിഹാസത്തിന് കണക്കില്ല. പറയുമ്പോൾ അവർ വളരെ നിസ്സാരമായി എടുക്കുക. പെണ്ണുങ്ങളത് ചെമ്മീൻ തുള്ളിയ മുട്ടോളം, പിന്നെ തുള്ളിയ ചട്ടിയിൽ, അവർക്ക് വേറെ പണിയൊന്നുമില്ല. ഇപ്പോൾ മിഠായി തെരുവിലെ കടയൊക്കെ പൊളിച്ചപ്പോൾ അവർക്ക് മൂത്രപ്പുര ഉണ്ടാക്കാൻ പോവുക. അതൊരു തരം എന്നെ കാണുമ്പോൾ ആൾക്കാർ മൂത്രയ്ക്കുള്ള ആൾ വരുന്നുണ്ട് എന്ന് കമൻറ്റ് വരെ, പരിഹാസം വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല വിജിയും പെൺകൂട്ടും. അവർ പൊരുതി. കെട്ടിടങ്ങളിലെ മൂത്രപ്പുരകൾ പുനഃസ്ഥാപിച്ചു. പിന്നെ ഇരിക്കാനുള്ള സമരം. ജോലി സമയം മുഴുവൻ നിൽക്കേണ്ടി വന്ന തൊഴിലാളികൾ, അവരെ ചേർത്തുപിടിച്ചായിരുന്നു 10 മാസത്തെ സമരം. ഇത് പൂർണ്ണമായും വിജയം കണ്ടില്ലെങ്കിലും ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഇടപെടലുണ്ടായി. ചിലയിടങ്ങളിലെല്ലാം സമരത്തെ തുടർന്ന് ഇരിപ്പിടങ്ങൾ കിട്ടി. വിജി ഈ പോരാട്ടങ്ങൾക്കെല്ലാം ഇറങ്ങിയത് തയ്യൽ പണി തന്നെ മാറ്റിവെച്ചായിരുന്നു. വിജിയുടെ ഈ കുഞ്ഞുകട പെൺകൂട്ടിന്റെ ഓഫീസായി. കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ആ സമരങ്ങൾ അന്ന് വലിയ ചർച്ചയായി. BBC തെരഞ്ഞെടുത്ത 100 സ്ത്രീകളിലെ ഏക മലയാളിയായിരുന്നു വിജി. അംഗീകാരങ്ങൾ നിരവധി തേടിയെത്തി. 56 വയസ്സാണിപ്പോൾ. വിജിയുടെ തയ്യൽ കട ഇപ്പോഴും മിഠായി തെരുവിലുണ്ട്. സ്ത്രീകൾക്ക് സങ്കടങ്ങൾ പറയാൻ എപ്പോൾ വേണമെങ്കിലും ഇവിടെ എത്താം. സ്ത്രീ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇറങ്ങി സ്വന്തം ജീവിതം തന്നെ താളം തെറ്റിയ ആളാണ് വിജി പെൺകൂട്ട്. ഒരപകടമുണ്ടാക്കിയ വല്ലായ്മയും മറ്റ് ശാരീരിക ആവശ്യതകളുമൊക്കെയുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോഴും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻപന്തിയിലുണ്ട് വിജി. മുനീഫ് തിരൂരിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. യഥാർത്ഥത്തിൽ വിജയെ വെച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ ഈ പരിപാടി തുടങ്ങാൻ പറ്റിയത് വലിയ സന്തോഷമുണ്ട്. കാരണം ഞാൻ ഓർക്കുകയാണ് ആ പെൺകൂട്ട്, ആ സമരം, അത് ആ സമയത്ത് ഞാൻ മറ്റൊരു ചാനലിലായിരുന്നു. അപ്പോൾ ഈ വിജയെയൊക്കെ ഒരുപാട് ചർച്ചകളിൽ വിജയുമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ വിജയെ ഇങ്ങനെ ഒരു പാക്കേജിലൂടെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. വിജയെ വെച്ച് നമ്മൾ ഇന്നത്തെ ഈ പരിപാടി തുടങ്ങിയതിൽ വ്യക്തിപരമായി എനിക്ക് സന്തോഷവുമുണ്ട്.